കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കുറച്ച് പരിഗണന ലഭിക്കുന്ന വിഭാഗമായി കേരളത്തിലെ നിയമ വിദ്യാർത്ഥികൾ മാറുകയാണ്. നിരവധി പ്രശ്നങ്ങളാണ് കേരളത്തിലെ നിയമ വിദ്യാർത്ഥികൾ നേരിടുന്നത്. അത് കൃത്യസമയത്ത് പരീക്ഷ നടക്കാത്തതും, പരീക്ഷയുടെ റിസൾട്ട് കൃത്യസമയത്ത് വരാത്തതും, റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് സപ്ലിമെൻ്ററിയുടെ പരീക്ഷകൾക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിലെ നിയമ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ തികഞ്ഞ അനാസ്ഥയാണ് യൂണിവേഴ്സിറ്റിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കേരളത്തിലെ നിയമ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി ഒരു ലോ യൂണിവേഴ്സിറ്റി വരണമെന്നൊരാവശ്യം KSU സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്ന് എറണാകുളത്ത് നടന്ന ലോ കോളേജ് വിദ്യാർത്ഥികളുടെ 20-ൽ പരം വരുന്ന ക്യാമ്പസിൽ പഠിക്കുന്ന കേരളത്തിലെ ലോ കോളേജിലെ KSU പ്രതിനിധികളുടെ ശില്പശാലയിൽ വെച്ചുകൊണ്ട്, ക്യാമ്പസോടെ ശില്പശാലയിൽ വെച്ചുകൊണ്ട് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ലോ കോളേജിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് KSU സംസ്ഥാന കൺവീനർ ലോ കോമേഴ്സിൻ്റെ ചുമതലയുള്ള ശ്രീജിത്ത് പുൽമേലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും നിയമമന്ത്രിയെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിയമ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ പിന്നോക്കാവസ്ഥയെ അല്ലെങ്കിൽ നിയമ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം KSU സംസ്ഥാന കമ്മിറ്റി ഈ സർക്കാരിൻ്റെ മുൻപിൽ മുന്നോട്ട് വയ്ക്കും. ഇതിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാത്ത പക്ഷം ഒരു ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കും സമര പരിപാടികൾക്കും KSU സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുക്കാനാണ് ഇന്ന് എറണാകുളത്ത് കൂടിയ നിയമ വിദ്യാർത്ഥികളുടെ ശില്പശാലയിൽ തീരുമാനമെടുത്തത്.